നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ച കൊടംപുളിയിൽ വേവിച്ചെടുത്ത നെയ്മീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഹായ്, ഞാൻ തസ്നി ബഷീർ. പാചകപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് എന്താണെന്നറിയോ? നെയ്മീൻ മുളകിട്ടത്. അപ്പോൾ ഇനി നെയ്മീൻ മുളകിട്ടത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിന് ഞാൻ അളന്നെടുത്ത് വെച്ചതാണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ഇഞ്ചിയുടെ ഒരു കഷ്ണം, വലിയൊരു പീസാണ്, അത് നീളത്തിൽ മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ മുറിച്ചെടുത്ത വെളുത്തുള്ളി 2 കുടം ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നീളത്തിൽ മുറിച്ചെടുത്ത ചെറിയ ഉള്ളി 1 കപ്പുണ്ട്. ചെറിയ ഉള്ളി എത്രയും ചേർക്കുന്നത് നല്ല രുചിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്നൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം വഴറ്റരുത്, അതൊരു കരിഞ്ഞു പോകും. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് ചേർത്ത് കൊടുക്കണം. 2 തക്കാളി കനം കുറച്ച് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ച കൊടംപുളി ഉപ്പിലിട്ടതാണ്, അത് വെള്ളത്തോട് കൂടി തന്നെ ഇത് ചെറിയ കൊടംപുളിയായിരുന്നു, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഉണങ്ങിയ കൊടംപുളിയാണെങ്കിൽ ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ല, 2, 3, 4 പീസ് ചേർത്താൽ മതി. പച്ച ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, കൂടുതൽ വേണ്ട. ഈ മസാല ഒന്ന് വേവട്ടെ, അതിന് വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിൽ എത്രത്തോളം അയവ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് മീനിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം അയവ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ, അതിന് ശേഷം മീനിട്ട് കൊടുക്കാം. ഇനി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, നമ്മൾ വെള്ളം കൂടുതൽ ചേർത്തതല്ലേ. നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നെയ്മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മീനിട്ടതിന് ശേഷം കൂടുതലായിട്ട് നല്ല ശക്തിയിലൊന്നും ഇളക്കരുത്. ഇതിപ്പോൾ ആ ഒരു കറിയിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി മീനൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി മീനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ച കൊടംപുളിയിൽ വേവിച്ചെടുത്ത നെയ്മീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേപ്പിലയിൽ താളിച്ച് ഒഴിക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആദ്യം 1 കപ്പ് ചെറിയ ഉള്ളിയും അതുപോലെ വേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഈ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അതല്ല നിങ്ങൾക്ക് അവസാനം ഒന്ന് താളിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ നെയ്മീൻ മുളകിട്ടത് നിങ്ങൾ കണ്ടല്ലോ. ഇതേ രീതിയിൽ ഏത് മീൻ വെച്ചും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.